ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ബിരിയാണിയാണ്. ആദ്യം നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ ചോറ് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്നത് പോലെ സ്പൈസസ് ഇട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരിയിട്ട് വേവിച്ചെടുക്കണം. അരി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ആഡ് ചെയ്യണം. റൈസ് റെഡി ആയിട്ടുണ്ട്, നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനി ബിരിയാണിക്ക് ആവശ്യമായ മസാല റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം അരിഞ്ഞു വെച്ച ഉള്ളി വറുത്തെടുക്കണം. ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ എടുത്ത് അതിലേക്ക് വറുത്തെടുത്ത ഉള്ളി ചേർക്കാം. അതിനുശേഷം നമ്മൾ വറുത്തെടുക്കാത്ത കുറച്ച് ഉള്ളി കൂടി മാറ്റി വെച്ചിരുന്നു, അതുകൂടി ചേർക്കാം. കുറച്ച് തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ 1 കപ്പ് തൈര് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇട്ട് കൊടുത്ത് എല്ലാ ചേരുവകളും നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഒരു പാത്രത്തിലോട്ട് എണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ച് ചൂടാക്കി എടുക്കണം. അതിലോട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇടാം. ചിക്കനും മസാലകളൊക്കെ ഇട്ടതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇതുപോലെ ചിക്കൻ പകുതി വേവാകുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഇതിൻ്റെ മുകളിലോട്ടായി ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവൻ ഇട്ടതിന് ശേഷം മല്ലിയില, പുതിനയില എന്നിവ ഇട്ട് കൊടുക്കണം. കുറച്ച് ബിരിയാണി മസാല കൂടി നമുക്ക് റൈസിൻ്റെ മേലെ വിതറി കൊടുക്കാം. അതിനുശേഷം കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്യണം. വറുത്ത് വെച്ച മുന്തിരി കൂടെ ഇതിലോട്ട് ചേർത്ത് നമുക്ക് ഇത് അടച്ച് വെച്ച് തീ ചെറിയ സിമ്മിലിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കണം. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുകയും വേണം കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.